വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റ് ആണ്. ഇത് ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൻ്റെ പേരെന്ന് നോക്കാം, ദി എൽവ്സ് ആൻഡ് ദി ഷൂ മേക്കർ. എൽവ്സ് എന്ന് പറഞ്ഞാൽ കുട്ടിച്ചാത്തന്മാർ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കുട്ടിച്ചാത്തനെ എൽഫ് എന്ന് വിളിക്കാം, ELF. നമ്മുടെ കഥയിൽ 2 കുട്ടിച്ചാത്തന്മാരുണ്ട്, കണ്ടല്ലോ. അതുകൊണ്ടാണ് എൽവ്സ് എന്ന് പേരിട്ടത്. ആൻഡ് ദി ഷൂ മേക്കർ. ഷൂ മേക്കർ എന്ന് പറഞ്ഞാൽ ഷൂസ് ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ കഥയുടെ പേരെന്താ? 2 കുട്ടിച്ചാത്തന്മാരും ഒരു ഷൂ മേക്കറും, ഷൂസ് ഉണ്ടാക്കുന്ന ആളും. അപ്പോൾ ഇവിടെ 2 കുട്ടിച്ചാത്തന്മാർ ഷൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് ലുട്ടാപ്പിനെ അറിയില്ലേ? ഈ ലുട്ടാപ്പി ഒരു കുട്ടിച്ചാത്തനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടിച്ചാത്തൻ എന്ന് പറയും. ഇംഗ്ലണ്ടിലൊക്കെ അവർ എൽഫ് അല്ലെങ്കിൽ എൽവ്സ് എന്നാണ് വിളിക്കുക. എൽവ്സ് എന്ന് പറയുമ്പോൾ പ്ലൂരൽ, ബഹുവചനാണ്. ഒരുപാട് പേര്, ഒന്നിൽ കൂടുതലാകുമ്പോഴാണ് എൽവ്സ് എന്ന് വിളിക്കുക. ഒന്നാകുമ്പോൾ എൽഫ് എന്ന് വിളിക്കും. ഇതൊരു 1 ആക്ട് പ്ലേ ആണ്. ഇപ്പോൾ പ്ലേ എന്ന് പറഞ്ഞാൽ ഡ്രാമ, നാടകം. 1 ആക്ട് എന്ന് പറഞ്ഞാൽ ഏകാംഗ നാടകം, ഒറ്റ ആക്ട്, ഒറ്റ അംഗം, അതായത് ഒറ്റ ആക്ട് മാത്രമുള്ള നാടകം. ചിലപ്പോൾ 5 ആക്ട്സുള്ള നാടകങ്ങൾ വലുതാണ്, പിന്നെ 3 ആക്ട്സ് ഉള്ളത്, അങ്ങനെ ഒരു പല ഇതുണ്ട്, പല നാടകങ്ങളുണ്ട്, വലിയ നാടകങ്ങൾ. നമ്മുടെ പഠിക്കാൻ പോകുന്ന ഈ ഒരു നാടകം വളരെ ചെറുതാണ്, കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉള്ളൂ, കുറച്ച് സംഭവവികാസങ്ങളുള്ളൂ, വളരെ പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ് 1 ആക്ട് പ്ലേ ആയത് കേട്ടോ. ഇനി ഈ ഒരു നാടകത്തിൽ എന്താണ് പറയുന്നത് എന്ന് വളരെ ഷോർട്ടായിട്ട് ഞാനൊന്ന് പറയാം. ദി എൽവ്സ് ആൻഡ് ദ ഷൂ മേക്കർ. ഇതിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെ നോക്കാം. പിന്നെ ക്യാരക്ടേഴ്സ് പറഞ്ഞ മുമ്പ് ഇതൊരു നാടകം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഓഡിയൻസാണ്, നാടകം കാണുന്ന ആൾക്കാർ. നാടകം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കഥ വായിക്കുന്ന പോലെയല്ല. നാടകം ശരിക്ക് പെർഫോം ചെയ്യാനുള്ളതും അത് കണ്ടാസ്വദിക്കാനുള്ളതാണ്. നമ്മളിപ്പോൾ സിനിമ കാണുന്ന എങ്ങനെ, സിനിമ കാണുന്ന പോലെയല്ല ശരിക്കും നാടകം, വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും സിനിമ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകമായിട്ട് വായിക്കുമ്പോഴല്ലല്ലോ, മറിച്ചത് കാണുമ്പോഴല്ല അതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് നാടകവും. നാടകം നമ്മൾ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഓഡിയൻസ് ആയിട്ടിരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടുകയുള്ളൂ. പക്ഷെ നമ്മളിവിടെ വായിക്കുന്നെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഓഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കാണുകയാണ്. നമ്മുടെ മുമ്പിൽ സ്റ്റേജിൽ നാടകമുണ്ട്. അപ്പോൾ സ്റ്റേജിൽ വരുന്ന ആൾക്കാരൊക്കെ ക്യാരക്ടേഴ്സ് നോക്കാം. നെറേറ്റർ എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന ആളാണ്. അതായത് ഇതിലൊരു കഥയുണ്ട്, ഈ നാടകത്തിലൊരു കഥയുണ്ട്. ഈ കഥയിൽ അഭിനയിക്കുന്ന ആളല്ല നെറേറ്റർ. നമ്മൾ ഓഡിയൻസിന് ക്ലൂസ് തരുന്ന ആളാണ്. അതായത് നമുക്ക് ഒന്നും അറിയില്ലല്ലോ ഇപ്പോൾ ഈ നാടകത്തിനെ കുറിച്ച്, അതായത് ഈ ഒരു കഥയെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഈ നെറേറ്റർ വന്നിട്ട് നമുക്ക് ക്ലൂസ് തരും, ഇതിൽ ഇങ്ങനെയൊക്കെയാണുള്ളതെന്ന് ഇടക്കൊക്കെ വെച്ചിട്ട് ക്ലൂസ് തരുന്ന ആളാണ് നെറേറ്റർ. പക്ഷേ ഇയാൾ നാടകത്തിൽ അഭിനയിക്കുന്നില്ല, ആ കാര്യം മനസ്സിലാക്കുക. ഷൂ മേക്കർ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടറാണ് ഈ ഷൂസ് ഉണ്ടാക്കുന്ന ആൾ. ഷൂ മേക്കറിൻ്റെ വൈഫ് ഉണ്ട്, ഭാര്യ, വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ മിസ്റ്റർ തോമസ് ബൂട്ട്, അത് ഈ 2 പേരും, ഷൂ മേക്കറും വൈഫും, ഇവർക്കൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ ഓണറാണ് മിസ്റ്റർ തോമസ് ബൂട്ട്. പിന്നെ കസ്റ്റമർ ഇവർക്ക് ഷൂ വാങ്ങിക്കാൻ വരുന്ന ആളാണ്. അത് പേരൊന്നും കൊടുത്തിട്ടില്ല. കസ്റ്റമർ 1, കസ്റ്റമർ 2, കസ്റ്റമർ 3, 3 കസ്റ്റമേഴ്സ്, ഇത്രേ ഉള്ളൂ. 2 എൽവ്സ്, 2 കുട്ടിച്ചാത്തന്മാരും. ഇനി ഈ 2 പേരും, ഈ ഷൂ മേക്കറും അയാളുടെ ഭാര്യയും വളരെ പാവപ്പെട്ടവരാണ്. ഇവരുടെ കയ്യിലൊന്നുമില്ല. ഇവർ വളരെ പാവപ്പെട്ടവരാണ്. ദിവസം ചെല്ലും തോറും എന്താണ്, ഇവർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്, പട്ടിണിയിലാവുകയാണ്. ഇവരുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് മാത്രമല്ല, ഇവർ ഒരു വലിയ സംഖ്യ ഈ ഷോപ്പിൻ്റെ ഓണർക്ക്, അതായത് മിസ്റ്റർ തോമസ് ബൂട്ട് എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കാനുണ്ട്. അതായത് വാടകയായിട്ട് കൊടുക്കാണ്ട്, ഇവരുടെ സ്വന്തം ഷോപ്പല്ല, ആ ഒരു കെട്ടിടം അതല്ലെങ്കിൽ ആ റൂമിൻ്റെ വാടക കൊടുക്കണം. അത് ഏകദേശം എത്രത്തോളം എന്ന് പറഞ്ഞാൽ 100 പൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലണ്ടിലെ രൂപയാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിലെ രൂപയാണ് അവിടുത്തെ രൂപ, പൗണ്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ മൂല്യത്തിൽ വ്യത്യാസമുണ്ട്. ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 102 ഇന്ത്യൻ രൂപ, അത്രയധികം മാറ്റമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പൗണ്ടിൻ്റെ മൂല്യം എത്രയാണ്? 102 ഇന്ത്യൻ രൂപയാണ്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ രൂപ. അതിങ്ങനെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ 100 പൗണ്ട് കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ 10,000 രൂപയുടെ മുകളിൽ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കുറച്ച് റൂഡായിട്ടാണ് ഈ ഓണർ സംസാരിക്കുന്നത്, കുറച്ച് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ ഇവിടെ ഈ ഒരു ഷോപ്പ് പൂട്ടിപ്പിക്കും, നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്യും? ഇവരുടെ കയ്യിലാകെ ഒരു ജോഡി ഷൂസ് തുന്നാനുള്ള ലെതർ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ വിറ്റാൽ പോലും കുറഞ്ഞ പൈസ കിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് എങ്ങനെ ഇയാളുടെ കട അടക്കും? കടം
ഉണ്ടല്ലോ ഒരു നല്ല തുക, 100 പൗണ്ട്, ഇതെങ്ങനെ കൊടുക്കും? ഇവരിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ഒരു ദിവസം കിടന്നുറങ്ങി. പിറ്റേന്ന് അവിടെ വന്ന് അവർ എഴുന്നേറ്റ് നിന്ന് വന്ന സമയത്ത് അവിടെ മനോഹരമായ ഒരു ജോഡി ബൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല, ആരോ ഇവിടെ കയറി വന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ആരെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആരായിരിക്കും അത്? 2 കുട്ടിച്ചാത്തന്മാർ വന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തതാണ്, ഒരു ജോഡി ഷൂസ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ എന്തിനാണ് ആ കുട്ടിച്ചാത്തന്മാർ അവിടെ വന്നത്? എന്തിനാണ് അവർ ഹെൽപ്പ് ചെയ്തത്? ശേഷം എന്താണ് സംഭവിക്കുന്നത്? കുട്ടിച്ചാത്തന്മാർ കൂടുതൽ ഷൂസ് ഉണ്ടാക്കുന്നുണ്ടോ? ഇവരുടെ ദാരിദ്ര്യം മാറുന്നുണ്ടോ? എന്നൊക്കെ നമുക്ക് ഈ ഒരു ഡ്രാമ വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ കുറച്ച് വലിയൊരു ചാപ്റ്ററായിട്ട് ഇതിനെ കാണണം. അപ്പോൾ 2 പാർട്ടെങ്കിലും ആയിട്ട് നമുക്കിത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യും, അപ്പോൾ അതുകൂടെ കാണണം. പിന്നെ പ്ലേലിസ്റ്റ് സെക്ഷൻ പോയി കഴിഞ്ഞാൽ അവിടെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ലെസൺസ് കാണാം. അപ്പോൾ 4ാം ക്ലാസ് മാത്രമല്ല, 4ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ഇംഗ്ലീഷ് ലെസൺസും ഉണ്ട്. നിങ്ങളിപ്പോൾ 4ാം ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്, അതുകൊണ്ട് അവിടെയുള്ള മറ്റുള്ള ലെസൺസൊക്കെ കാണുക, കൂടുതൽ പഠിക്കുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന നോക്കൂ. ഗിവൻ ബിലോ ഈസ് എ 1-act play in which a poor shoemaker and his wife receives help and they wished to when they wished to have it. എന്താ പറഞ്ഞത്? താഴെ കൊടുത്തിരിക്കുന്നത് ഒരു 1-act play ആണ്. അതിൽ ഒരു പാവപ്പെട്ട ഷൂമേക്കറും അയാളുടെ ഭാര്യയും റിസീവ്സ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നു, അവർക്ക് കിട്ടുന്നു, ഹെൽപ്പ്, സഹായം കിട്ടുന്നു. വെൻ ദേ വിഷ്ഡ് ടു ഹാവ് ഇറ്റ്, വിഷ്ഡ് ആഗ്രഹിച്ചപ്പോൾ, ടു ഹാവ് ഇറ്റ്, അതായത് അവർക്കൊരു സഹായം കിട്ടിയിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് സഹായം കിട്ടുകയാണ്. ഈ കുട്ടിച്ചാത്തന്മാരാണ് അവരെ സഹായിക്കുന്നത്. നമുക്ക് നോക്കാം, നേരെ സ്റ്റോറിയിലേക്ക് പോവാം. സീൻ 1. നമ്മളിപ്പോൾ നാടകം ഇങ്ങനെ കാണുകയാണ്, സ്റ്റേജ്. അപ്പോൾ സ്റ്റേജിൽ എന്താണ് നമ്മൾ കാണുന്നത്? ദ ഷൂമേക്കേഴ്സ് ഹോം, ഷൂമേക്കറിൻ്റെ വീടാണ് കാണുന്നത്. എ ലാർജ് ടേബിൾ, ഒരു വലിയ ടേബിൾ ഉണ്ട് അവിടെ, മേശ. വിച്ച് ദ ഷൂമേക്കർ വർക്ക്സ് അറ്റ്, ആ മേശമേൽ വെച്ചിട്ടാണ് ഷൂമേക്കർ ജോലി ചെയ്യാറുള്ളത്. ഷൂ മേക്കിംഗ്, അതായത് ഷൂ ഉണ്ടാക്കുന്നത് അതിന്മേൽ വെച്ചിട്ടാണ്. ആൻഡ് എ ചെയർ ബൈ ഇറ്റ്, ബൈ ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത്. അപ്പോൾ ഒരു ചെയർ, ഒരു കസേര അതിൻ്റെ അടുത്തുണ്ട്. ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ മുകളിൽ എന്തുണ്ട്? ആർ സ്കാറ്റേഡ്, പരത്തിയിട്ടിരിക്കുകയാണ്, സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് എന്ന് പറഞ്ഞാൽ പരത്തിയിടുക. എ നൈഫ്, കത്തിയുണ്ട്, ഒരു കത്തി. 2 ഹാമേഴ്സ്, 2 ചുറ്റികയുണ്ട്. 4 ചിസൽസ്, ചിസൽസ് എന്ന് പറഞ്ഞാൽ ഉളികളാണ്, ഉളി, അതായത് ആശാരിമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ചിസൽസ് എന്ന് പറഞ്ഞാൽ ഉളികളാണ്, ബഹുവചനാണ് കേട്ടോ. അപ്പോൾ 4 ഉളികളുണ്ട്. എ ഫ്യൂ നീഡിൽസ്, കുറച്ച് സൂചികളുണ്ട്, സൂചി ആവശ്യമുണ്ടല്ലോ തുന്നാൻ. ആൻഡ് എ ഫ്യൂ പീസസ് ഓഫ് ലെതർ, തുകൽ, അതിൻ്റെ കുറച്ച് പീസസും ഉണ്ട്. ഈ ലെതറാണ് മെയിനായിട്ട് ഈ ഷൂല് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെയുണ്ട്. ദർ ഇസ് എ ലാർജ് കബോർഡ്, കബോർഡ് നിങ്ങൾക്കറിയില്ലേ, മലയാളത്തിൽ നമ്മൾ കബോർഡ് തന്നെയാണല്ലോ പറയാറുള്ളത് അല്ലേ. ആ ഒരു വലിയ കബോർഡ് ഉണ്ട്. ബിഹൈൻഡ്, പിറകിൽ. ദ ടേബിൾ, ടേബിളിൻ്റെ പിറകിലായിട്ടൊരു വലിയ കബോർഡുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുകയാണ് കേട്ടോ. ദ ഷൂമേക്കർ ഈസ് സീറ്റഡ്, ഷൂമേക്കർ അവിടെ ഇരുന്നിട്ടുണ്ട്. അറ്റ് ദ ടേബിൾ, ആ ടേബിളിനടുത്ത്. ആൻഡ് ഹിസ് വൈഫ് ഈസ് ബിസൈഡ് ഹിം, അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ബിസൈഡ് ഹിം, അരികെയുണ്ട്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെ, അദ്ദേഹത്തിന് അരികെയുണ്ട്. ദ നെറേറ്റർ എൻറ്റേഴ്സ്, ഈ സമയത്താണ് നെറേറ്റർ വരുന്നത്. നെറേറ്റർ എന്ന് പറഞ്ഞാൽ നാടകത്തിലെ ഒരു ക്യാരക്ടറേ അല്ല, ശരിക്കും നെറേറ്റർ നമ്മളോട് സംസാരിക്കുകയാണ്. നേരെ വന്നിട്ട് നമുക്ക് ക്ലൂസ് തരികയാണ്, ഈ നാടകത്തിൽ ഇനി ഇതാണ് സംഭവിക്കുക, ഇങ്ങനെയാണ് തുടക്കം എന്നൊക്കെ പറയാണ്, അത്രേ ഉള്ളൂ. ദ നെറേറ്റർ എൻറ്റേഴ്സ് ഫ്രം ദ റൈറ്റ് സൈഡ് ഓഫ് ദ സ്റ്റേജ്, സ്റ്റേജിൻ്റെ വലത് ഭാഗത്തു നിന്നും നെറേറ്റർ കടന്നു വരുന്നു. നെറേറ്റർ പറയാം, ഹായ് ഫ്രണ്ട്സ്, ഡു യു നോ വൈ ഐ എം ഹിയർ? സുഹൃത്തുക്കളെ, ഡു യു നോ, നിങ്ങൾക്കറിയുമോ, വൈ ഐ എം ഹിയർ, ഞാനിവിടെ എന്തിനാണ് വന്നതെന്ന്? ഐ ഹാവ് എ സ്റ്റോറി ടു ടെൽ യു, നിങ്ങളോട് പറയാൻ എനിക്കൊരു കഥയുണ്ട്. വൺസ്, ഒരിക്കൽ, ദേർ ലിവ്ഡ് എ ഷൂമേക്കർ, ഒരു ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ് ഇൻ എ ലിറ്റിൽ ഹൗസ് ഓൺ ദ എഡ്ജ് ഓഫ് എ വുഡ്. ഒരിക്കൽ ഒരു ഷൂമേക്കറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു. എവിടെ? ഇൻ എ ലിറ്റിൽ ഹൗസ്, ഒരു ചെറിയ വീട്ടിൽ. ഓൺ ദ എഡ്ജ് ഓഫ് എ വുഡ്, വുഡ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ നിറഞ്ഞ സ്ഥലം, കാട് എന്നൊക്കെ പറയാം. അപ്പോൾ മരങ്ങൾ നിറഞ്ഞൊരു സ്ഥലത്തിൻ്റെ എഡ്ജിൽ, ഒരു വശത്തായിട്ട്, ഒരു കാടിനടുത്തായിട്ട്, സമീപത്തായിട്ട് ഒരു ഷൂമേക്കറും അയാളുടെ ഭാര്യയും താമസിച്ചിരുന്നു. ചെറിയ വീടായിരുന്നു. ദേ വർ വെരി വെരി പുവർ. പുവർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ. അവർ വളരെ വളരെ പാവപ്പെട്ടവരായിരുന്നു. ആൻഡ് ഈച്ച് ഡേ, ഓരോ ദിവസവും, ദേ ഗ്രൂ പുവറർ ആൻഡ് പുവറർ, എന്ന് വെച്ചാൽ കൂടുതൽ പാവപ്പെട്ടവരായിക്കൊണ്ടേയിരുന്നു. ഗ്രൂ എന്ന് പറഞ്ഞാൽ വളർന്നു. അപ്പോൾ ഓരോ ദിവസം അവർ പാവപ്പെട്ടവരാണ്, ഓരോ ദിവസം അവർ കൂടുതൽ പാവപ്പെട്ടവരായി വളർന്നു. അതായത് ദാരിദ്ര്യമാണ്, അതായത് കസ്റ്റമേഴ്സൊന്നും വേണ്ട രീതിയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്നില്ല, അവരുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. അറ്റ് ലാസ്റ്റ്, അവസാനം, ദർ വാസ് നത്തിങ് ലെഫ്റ്റ് ഇൻ ദ ഹൗസ്.
ബട്ട് ലെതർ ഫോർ ജസ്റ്റ് വൺ പെയർ ഓഫ് ഷൂസ്. അവസാനം വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. ദർ വാസ് നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ലെഫ്റ്റ് ഇൻ ദ ഹൗസ്, ബാക്കിയായില്ല. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ബാക്കിയാവുക എന്നാണ് കേട്ടോ. വേറെ അർത്ഥമുണ്ട്, പക്ഷേ ഇവിടെ ഒരു കോണ്ടെക്സ്റ്റിലെ മീനിങ് എന്താ, ആവുക. അപ്പോൾ ഒന്നും ബാക്കിയായില്ല ഇൻ ദ ഹൗസ്, വീട്ടിൽ. ബട്ട് ലെതർ ഫോർ ജസ്റ്റ് വൺ പെയർ ഓഫ് ഷൂസ്, ഒരു പെയർ എന്ന് പറഞ്ഞാൽ ഒരു ജോഡി ഷൂസിനുള്ള ലെതർ തുകൽ മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. എന്നിട്ട് നെറേറ്റർ പോവാ. ദ നെറേറ്റർ എക്സിറ്റ്സ്. അപ്പോൾ നെറേറ്റർ വന്നു, എന്നിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് തന്നു. പക്ഷേ നെറേറ്റർ അഭിനയിക്കുന്നില്ല. ഇനി അഭിനയിക്കുന്ന ആൾക്കാർ സംസാരിക്കാണ് കേട്ടോ. ഡ്രാമ തുടങ്ങുകയാണ്. ഷോ മേക്കർ, നോ കസ്റ്റമർ കംസ് ടു അസ്. ഒരു കംപ്ലൈൻറ്റ് പോലെ പറയാം. നോ കസ്റ്റമർ കംസ് ടു അസ്, നമ്മുടെ അടുത്തേക്ക് ഒരു കസ്റ്റമറും വരുന്നില്ല. ആരാ കസ്റ്റമർ? സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോകുന്ന ആളൊക്കെ കസ്റ്റമറാണ്, കടക്കാരനല്ല. ഓക്കെ, കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ആളാണ് കസ്റ്റമർ. നമ്മുടെ അടുത്തേക്ക് കസ്റ്റമേഴ്സ് ഒന്നും വരുന്നില്ല. ഷൂ മേക്കേഴ്സ് വൈഫ്, ഷൂ മേക്കറിൻ്റെ വൈഫ് പറയാം, അവർ ട്രേഡ് ഈസ് ഫെയിലിംഗ്. ഫെയിലിംഗ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക, താഴേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ട്രേഡ് എന്ന് പറഞ്ഞാൽ കച്ചവടം. നമ്മുടെ കച്ചവടം എന്താണ്, താഴേക്കാണല്ലോ. ഒരു അഭിവൃദ്ധി ഇല്ല, മെച്ചമല്ല. ഹൗ ഷാൽ വി ലിവ്, നമ്മളെങ്ങനെ ജീവിക്കും? ആ സമയത്ത് അവരൊരു ശബ്ദം കേട്ടു അല്ലേ, പറയുന്നുള്ളൂ. എ നോക്ക് ഈസ് ഹേർഡ് ഓൺ ദ ഡോർ. നോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ടലാണ്. ഇപ്പോൾ മുട്ടൂലേ കഥകിൽ, കണ്ടോ ആ ഒരു ശബ്ദം. എ നോക്ക് ഈസ് ഹേർഡ്, ഒരു കഥകിൽ ഇങ്ങനെ മുട്ടുന്ന ശബ്ദം കേട്ടു. ഓൺ ദ ഡോർ. ഷൂ മേക്കർ, ഇറ്റ് മൈറ്റ് ബി എ കസ്റ്റമർ, അതൊരു കസ്റ്റമർ ആയിരിക്കും, ഷൂ വാങ്ങിക്കാൻ വന്ന ആളായിരിക്കും. ഷൂ മേക്കേഴ്സ് വൈഫ്, ഷൂ മേക്കറിൻ്റെ വൈഫ് പറയാം, അറ്റ് ദിസ് അവർ, ഈ സമയത്തോ. ഷി ഓപ്പൺസ് ദ ഡോർ, അവൾ വാതിൽ തുറന്നു. ദ ഓണർ ഓഫ് ദ ഷോപ്പ്, മിസ്റ്റർ തോമസ് ബൂട്ട് എൻറ്റേഴ്സ്. അവരുടെ ഷോപ്പിൻ്റെ ഓണർ, ഉടമസ്ഥൻ, അയാളുടെ പേരെന്താ, മിസ്റ്റർ തോമസ് ബൂട്ട് എന്നാണ്. എൻറ്റേഴ്സ്, കടന്നു വന്നു. അപ്പോൾ പൈസ വയ്ക്കാൻ വന്നാണ്, വേറെ ഒന്നിനൊന്നല്ല. ഷൂ മേക്കർ, ഗുഡ് ഈവനിങ് സർ, പ്ലീസ് സിറ്റ് ഡൗൺ. ഗുഡ് ഈവനിങ്, ഇരിക്കൂ. മിസ്റ്റർ ബൂട്ട്, ഐ എം ഹിയർ നോട്ട് ടു സിറ്റ്. ഞാൻ ഇരിക്കാൻ വന്നൊന്നുമല്ല. കണ്ടോ, വളരെ പരുക്കനായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഇരിക്കാൻ വന്നൊന്നുമല്ല. യു ഓ മീ £100 ഇൻ റെൻറ്റ്. ഓ മീ എന്ന് പറഞ്ഞാൽ കടക്കാരനാണെന്നാണ്. നിങ്ങൾക്ക് കടം തരാൻ, പൈസ തരാനുണ്ട്. അതായത് എന്താണ്, യു ഓ മീ £100, £100 എനിക്ക് നിങ്ങൾ തരാനുണ്ട്. ഇൻ റെൻറ്റ്, വാടക ഇനത്തിൽ. ഇപ്പോൾ പൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു പൗണ്ട് 102 രൂപ ഏകദേശം ഇന്ത്യൻ റുപ്പി വരും കേട്ടോ. അപ്പോൾ 100 പൗണ്ട് 10,000 രൂപയൊക്കെ ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണിയുടെ ആ ഒരു മൂല്യം വരുന്ന കാര്യമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, 100 പൗണ്ട് നിങ്ങൾ എനിക്ക് തരാനുണ്ട്, റെൻ്റായിട്ട്, വാടകയായിട്ട്. ഷൂ മേക്കേഴ്സ് വൈഫ് പറയാണ്, വിൽ പേ യു ഇൻ എ മന്ത്സ് ടൈം. ഇൻ എ മന്ത്സ് ടൈം, ഒരു മാസം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് അത് പേ ചെയ്തിരിക്കും, തന്നിരിക്കും. പ്ലീസ് ബി കൈൻഡ് ടു എസ്, ഞങ്ങളോട് കരുണ കാണിക്കൂ എന്ന് പറയാം. കൈൻഡ്, കരുണ കാണിക്കൂ. മിസ്റ്റർ ബൂട്ട് പറയാം, ബി കൈൻഡ്, കരുണയോ? നോട്ട് എ ചാൻസ്, ഒരു വഴിയുമില്ല. ദാറ്റ്സ് നോട്ട് മൈ വേ, അതെൻ്റെ രീതിയുമല്ല. ഞാനിത്തിരി കരുണ ഇല്ലാത്ത ആളാണ് മിസ്റ്റർ ബൂട്ട് പറയാം. അപ്പോൾ പരിക്കനായിട്ടുള്ള ആളാണ്. ഷൂ മേക്കർ പറയാം, യു ഹാവ് നോ ഹേർട്ട് സർ, യു ഹാവ് നോ ഹാർട്ട് സർ. നിങ്ങൾക്കൊരു ഹൃദയം ഇല്ല, അതായത് ഹൃദയ വിശാലത ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഹൃദയമില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഹൃദയമില്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയുമോ? പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് എന്താ, യു നോ ഹാർട്ട് സർ. നിങ്ങൾക്ക് ഹൃദയമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയ വിശാലത അല്ല, അതായത് കരുണ കാണിച്ചൂടെയാണ്. മിസ്റ്റർ ബൂട്ട് പറയാം, പേ അപ്പ് യുവർ റെൻറ്റ് ഇൻ 2 weeks, 2 ആഴ്ച കൊണ്ട് ആ വാടക അടക്കണം. ഓർ ഐ ക്ലോസ് ഡൗൺ യുവർ ഷോപ്പ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് ഞാൻ അടക്കും. അത്ര പറഞ്ഞിട്ട് മിസ്റ്റർ ബൂട്ട് എക്സിറ്റ്സ്. അദ്ദേഹം പുറത്തേക്ക് പോയി. എക്സിറ്റ് ചെയ്യാൻ പുറത്തേക്ക് പോവാം. മിസ്റ്റർ ബൂട്ട് പുറത്ത് പോയി. ഷൂ മേക്കേഴ്സ് വൈഫ് പറയാ, വി ഹാവ് ടു വർക്ക് ഹാർഡ്, നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. വി മസ്റ്റ് നോട്ട് ലൂസ് അവർ ഹോപ്പ്. LOSE, അത് ലോസ് എന്നല്ല കേട്ടോ ഉച്ചരിക്കുക, ലൂസ് എന്നാണ്, നഷ്ടപ്പെടുക എന്നാണ്. ഹോപ്പ്, ലൂസ് അവർ ഷോപ്പ്, നമ്മുടെ ഷോപ്പ് നമുക്ക് നഷ്ടപ്പെടും ഈ കോലത്തിലാണെങ്കിൽ, അതുകൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വി മസ്റ്റ് നോട്ട് ലൂസ് അവർ ഷോപ്പ്, നമ്മുടെ ഷോപ്പ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. വീവ് ടു മേക്ക് മോർ ഷൂസ്, നമ്മൾ കൂടുതൽ ഷൂസ് ഉണ്ടാക്കണം. ഷൂ മേക്കർ പറയാം, സാഡ്ലി, ദുഃഖത്തോടെ, ദാറ്റ്സ് വാട്ട് വി കനോട്ട് ഡു, അതാണ് നമ്മളെ കൊണ്ട് കഴിയാത്തത്. ദിസ് ലെതർ വിൽ മേക്ക് ജസ്റ്റ് എ പെയർ ഓഫ് ഷൂസ്. പെയർ ഓഫ് ഷൂസ് എന്ന് പറഞ്ഞാൽ ഒരു ജോഡി, 2 എണ്ണേ. അപ്പോൾ ഒരാൾക്ക് ധരിക്കാനുള്ളതാണല്ലോ ഒരു ജോഡി ഷൂസ്. ഒരു ജോഡി ഷൂസിനുള്ള ലെതർ മാത്രമേ ഇവിടെ ഉള്ളൂ. ടുമോറോ ഐ വിൽ സ്റ്റിച്ച് ഇറ്റ് ഓൾ ടുഗെദർ, ഞാനിതെല്ലാം സ്റ്റിച്ച് ചെയ്യും. നാളെ തുന്നി കൂട്ടി ഒരു ജോഡി ഷൂ ഞാൻ ഉണ്ടാക്കും. ഐ എം ടയേർഡ്, ഞാനിപ്പോൾ ക്ഷീണിതനാ. ഐ മസ്റ്റ് സ്ലീപ്പ്, എനിക്കിപ്പോൾ ഉറങ്ങണം. ലെറ്റ്സ് ഗോ ടു ബെഡ്, നമുക്ക് ബെഡിലേക്ക് പോകാം, ഉറങ്ങാം. ദേ എക്സിറ്റ്, അവർ പുറത്തേക്ക് പോകുന്നു.
ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ വെളിച്ചം. നമ്മൾ നാടകം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ വെളിച്ചം ഇങ്ങനെ കുറയാണ്, അത് സീന് മാറുകയാണ്. അപ്പോൾ സീൻ 1 കഴിഞ്ഞു. ഇനി സീൻ 2. ദ നെറേറ്റർ എൻഡേഴ്സ്. കണ്ടോ, നെറേറ്റർ വീണ്ടും വന്നു. അപ്പോൾ ഓരോ സീനിൻ്റെ തുടക്കത്തിലൊക്കെയാണ് നെറേറ്റർ വരുന്നത്. നെറേറ്റർ നമ്മളോട് പറയാം, നെറേറ്റർ ബട്ട് വൈൽ ദേ സ്ലെപ്റ്റ്, പക്ഷേ അവർ ഉറങ്ങിയ സമയത്ത് സ്ട്രേഞ്ച് തിങ്സ് ഹാപ്പൻഡ്. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ള തിങ്സ്, കാര്യങ്ങൾ ഹാപ്പൻഡ്, സംഭവിച്ചു. സം പീപ്പിൾ കേം, ചില ആൾക്കാർ വന്നു. ടിപ്പ് ടോയിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എത്തി നോക്കി നടന്ന് വന്നു എന്നാണ്. അതിങ്ങനെ നമ്മുടെ വിരലുകളിൽ ഇങ്ങനെ നടന്നെങ്ങനെ ഉണ്ടാവും, കാലിൻ്റെ വിരലുകളിൽ ഇങ്ങനെ നടന്നെങ്ങനെ, അതാണ് ടിപ്പ് ടോയിങ്. അങ്ങനെ വന്നു. ടു ദെയർ വർക്ക് ഷോ, അവർ ഷൂ ഉണ്ടാക്കുന്ന ഇവിടെ വന്നു. ഹു വേർ ദേ, ആരൊക്കെയായിരുന്നു അത്? നെറേറ്റർ ചോദിക്കുക. ദ നെറേറ്റർ എക്സിറ്റ്സ്, എന്നിട്ട് നെറേറ്റർ പുറത്തേക്ക് പോയി. അതായത് എൽഫ് അവർ ഉറങ്ങിയ സമയത്ത്, ഷൂമേക്കർ വൈഫ് ഉറങ്ങിയ സമയത്ത് വന്നു, എന്നിട്ട് ഈ ഷൂസ് ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. 2 elves എൻറ്റർ നിങ്ങൾക്ക് അറിയാലോ. 2 elves, 2 കുട്ടിച്ചാത്തന്മാർ വന്നു. ദേ മൂവ് ടു ദ ടേബിളിനടുത്തേക്ക് പോയി. ടേക്ക് ദ ലെതർ പീസസ്, ലെതറിൻ്റെ കഷ്ണങ്ങളെടുത്തു. ആൻഡ് സ്റ്റാർട്ട് സ്റ്റിച്ചിങ് ദ ഷൂസ്, എന്നിട്ട് ഷൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. ദേ സിങ് ആസ് ദേ വർക്ക്, അവർ വെറുതെ ഇങ്ങനെ ഷൂസ് ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, പാട്ട് പാടി ആസ്വദിച്ചായിരുന്നു അവർ വർക്ക് ചെയ്തത്. ദ മൂവ്മെൻറ്റ്സ് ആർ ഇൻ ട്യൂൺ വിത്ത് ദ സോങ്, അവരുടെ അനക്കം, മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അനക്കങ്ങളാണ്. അവരുടെ അനക്കങ്ങളൊക്കെ എന്താ, ആ പാട്ടിൻ്റെ ട്യൂണ് താളത്തിനനുസരിച്ചായിരുന്നു. ഇൻ ദ ഡിം ബ്ലൂ ലൈറ്റ് ദേ കനോട്ട് ബി സീൻ ക്ലിയർലി. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഈ 0 ബൾബൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ബ്ലൂ ലൈറ്റിലായിരുന്നു അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അവരെ ക്ലിയർ ആയിട്ട് കണ്ടിരുന്നില്ല. ഇനി അവർ പാട്ട് പാടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നോക്കൂ, ദിസ് ഈസ് ഹൗ വി മേക്ക് എ ഷൂ, ഇങ്ങനെയാണ് നമ്മൾ ഷൂ ഉണ്ടാക്കുക. സ്നിപ്പ് 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 സോ, എന്താ പറഞ്ഞത്? സ്നിപ്പ് 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 സോ. സ്നിപ്പ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കത്രിക ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. സ്നിപ്പ് സ്നിപ്പ്, കീറുക എന്നുള്ള അർത്ഥം. സോ എന്ന് പറഞ്ഞാൽ തുന്നുക. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യും, എന്നിട്ട് നമ്മളിങ്ങനെ തുന്നും. പുൾ ദ ത്രെഡ് റൈറ്റ് ഇൻ ആൻഡ് ത്രൂ. പുൾ വലിക്കും, ത്രെഡ് എന്നുള്ള നൂല്, നമ്മളിങ്ങനെ നൂലിങ്ങനെ ഇതിലൂടെ എന്താണ് കൊളുത്തി ഇങ്ങനെ ചെയ്യും. സ്നിപ്പ് 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 സോ, എന്നിട്ട് നമ്മളിങ്ങനെ വീണ്ടും കട്ട് ചെയ്യും, എന്നിട്ട് തുന്നും. ദിസ് ഇസ് ഹൗ വി മേക്ക് എ ഷൂ, സ്നിപ്പ് 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 സോ. എന്നിട്ട് അവർ പറയാണ്, സൗ എന്നാണ് ഉച്ചാരണം കേട്ടോ. SEW എന്ന് പറഞ്ഞാൽ തുന്നുക എന്നാണ്, അത് സൗ എന്നാണ് ഉച്ചാരണം, സ്യൂ എന്നല്ല. സ്യൂ ചില വെറൈറ്റി ഓഫ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം, പക്ഷേ ഉപയോഗിക്കുന്നുണ്ടാവാം, പക്ഷേ അതിൻ്റെ യഥാർത്ഥ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉച്ചാരണം സൗ എന്നാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി സൗ എന്ന് ഉച്ചരിച്ച് പഠിച്ചോളൂ കേട്ടോ. SEW സൗ എന്നാണ്. അപ്പോൾ അത് പാട്ട് പാടി ഇങ്ങനെ തുന്നാണ്. ദേ കംപ്ലീറ്റ് ദ വർക്ക് ആൻഡ് ഗോ ഔട്ട്. അങ്ങനെ അവർ ആ തുന്നുന്ന ജോലി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് ആയി. എന്നിട്ട് അവർ പുറത്തേക്ക് പോയി. ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ സീന് കഴിയുക, രണ്ടാമത്തെ സീന്, നാടകത്തിൻ്റെ 2ാം സീന് കഴിയുകയാണ്. പിന്നെ ഡിമ്മായി, ലൈറ്റൊക്കെ ഇരുണ്ട് വന്നു. അപ്പോൾ പുതിയ ഒരു സീനിലേക്ക് വരികയാണെന്ന് നമ്മൾ ഓഡിയൻസിന് മനസ്സിലാവും. ഇനി സീൻ 3. വെൻ ദ സ്റ്റേജ് ഈസ് ലിറ്റ്, സ്റ്റേജിലേക്ക് പ്രകാശം വന്നപ്പോൾ, വെളിച്ചം വന്നപ്പോൾ, ലൈറ്റ്സ് ഫോൾസ് ഓൺ എ പെയർ ഓഫ് ഷൈനിങ് സ്മാർട്ട് ബ്രൗൺ ഷൂസ് കെപ്റ്റ് ഓൺ ദ ടേബിൾ. വെളിച്ചം എങ്ങോട്ടാണ് വന്നത്? ടേബിളിൻ്റെ മുകളിൽ ബ്രൗൺ കളറിലുള്ള ഷൂസ് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഷൈനിങ്, തിളങ്ങുന്നുണ്ട്, അതിലേക്കാണ് വന്നത്. ദ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് എൻ്റർ. ഷൂമേക്കറും വൈഫും വരുന്നു. ഹി സീസ് ദ ഷൂസ് ആൻഡ് എക്സ്ക്ലെയിംസ്. അപ്പോൾ ഷൂമേക്കർ കാണുന്നു ആ ഷൂസ്, അങ്ങനെ എക്സ്ക്ലെയിംസ്, അത്ഭുതപ്പെടുന്നു. ഷൂമേക്കർ, വാവ് ഇറ്റ്സ് മിറാക്കിൾ. മിറാക്കിൾ എന്ന് പറഞ്ഞാൽ അത്ഭുതം. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഈ ഷൂ, പിന്നെ ആരുണ്ടാക്കി? അത്ഭുതമല്ലേ? ദ ലെതർ ഹാസ് ബീൻ മെയ്ഡ് ഇൻ ടു എ പെയർ ഓഫ് ബ്യൂട്ടിഫുൾ ഷൂസ്. ആ ലെതർ ഉപയോഗിച്ചുകൊണ്ട് ബ്യൂട്ടിഫുൾ, മനോഹരമായ ഷൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആരോ. ഷൂമേക്കേഴ്സ് വൈഫ്, ഷൂമേക്കറിൻ്റെ വൈഫ് സർപ്രൈസ്ഡ്, അന്തം വിട്ടു. ഐ കാൻ ബിലീവ് ദിസ്, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഹു മെയ്ഡ് ദിസ്, ആരാണിത് ഉണ്ടാക്കിയത്? കസ്റ്റമർ 1 എൻറ്റേഴ്സ്. ആ സമയത്ത് ഷൂ വാങ്ങിക്കാൻ ഒരാളങ്ങ് വന്നു, അതാണ് കസ്റ്റമർ 1 എൻറ്റേഴ്സ്. കസ്റ്റമർ 1, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ പെയർ ഓഫ് ഡാർക്ക് ബ്രൗൺ ഷൂസ്, ഡു യു ഹാവ് സച്ച് എ പെയർ? അപ്പോൾ ചോദിക്കണം എന്താ, എനിക്ക് ഒരു ജോഡി ഡാർക്ക് കളറിലുള്ള ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള, വളരെ ഇരുണ്ട ബ്രൗൺ കളറുള്ള ഷൂസ് വേണം, നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ? അപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഷൂമേക്കർ, ഓഫ് കോഴ്സ് സർ, വീവ് വൺ റൈറ്റ് ഹിയർ ദർ, ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. കസ്റ്റമർ 1, വാട്ട് സൈസ് ആർ ദോസ് ഷൂസ്? ആ ഷൂസിന് എത്രയാണ് സൈസ്? ഷൂമേക്കർ, ദേ ആർ സൈസ് 10 സർ, 10 10 സൈസിൽ വലിപ്പത്തിലുള്ള ഷൂസാണ്. ഹി ഹാൻഡ്സ് ദ ഷൂസ് ഓവർ ടു ദ കസ്റ്റമർ. ഈ ഷൂസ് കസ്റ്റമർക്ക് കൊടുത്തു. ദ കസ്റ്റമർ ട്രൈസ് ദം ഓൺ, എന്നിട്ട് അവ ധരിച്ചു നോക്കി. ട്രൈ ഓൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ധരിക്കുന്ന അർത്ഥം. കസ്റ്റമർ 1, ദേ ആർ പെർഫെക്റ്റ്. നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്.
വാട്ട്സ് ദ പ്രൈസ്? ഇതിൻ്റെ വില എത്ര? ഷൂ മേക്കർ 10 pounds, 10 പൗണ്ട്. കസ്റ്റമർ 1, ഓൺലി 10 pounds, 10 പൗണ്ട് ഉള്ളൂ. ബട്ട് ദേ ആർ സോ വെൽ മെയ്ഡ്, വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇതിന് വെറും 10 പൗണ്ട് വിലയുള്ളൂ. ഐ വിൽ ഗിവ് യു 15 പൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നല്ലൊരു കസ്റ്റമർ ആണല്ലേ. ഷൂ മേക്കർ, ഓ സർ ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു, ഓ വളരെ നന്ദി എന്നുള്ള അർത്ഥത്തിൽ. കസ്റ്റമർ എക്സിറ്റ്സ് വിത്ത് ദ ഷൂ, അപ്പോൾ കസ്റ്റമർ ആ ഷൂസും കൊണ്ട് പോയി. ഷൂ മേക്കേഴ്സ് വൈഫ്, ഷൂ മേക്കർ വൈഫ് എന്ന് പറയാം, 15 pounds, 15 pounds കിട്ടിയോ? വി ക്യാൻ ബൈ ലെതർ ഫോർ 6 pairs ഓഫ് ഷൂസ്. ഈ പണം കൊണ്ട് 15 പൗണ്ടുകൾ കൊണ്ട് നമുക്ക് 6 pairs ഓഫ് ഷൂസ്, 6 ജോഡി ഷൂസ് കൊണ്ട് ലെതർ വാങ്ങിക്കാനുള്ള പൈസയായി. ആ സമയത്ത് ദ നെറേറ്റർ എൻറ്റേഴ്സ്, നെറേറ്റർ എന്താണ്? കടന്നു വരികയാണ്. നെറേറ്റർ, ദ കസ്റ്റമർ റെക്കമെൻഡഡ് ദ ഷൂ മേക്കർ ടു ഓൾ ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ നെറേറ്റർ നമ്മളോട് പറയട്ടോ, ഇവിടുന്ന് ഒരു ജോഡി ഷൂസ് വാങ്ങിപ്പോയ കസ്റ്റമർ എന്ത് ചെയ്തു? റെക്കമെൻഡ് ചെയ്തു, എല്ലാവരോടും പറഞ്ഞു ദ ഷൂ മേക്കർ ടു ഓൾ ഹിസ് ഫ്രണ്ട്സ്. അയാളുടെ എല്ലാ ഫ്രണ്ട്സിനോട് പോയി പറഞ്ഞു, നല്ല ഷൂ മേക്കറാണ്, നല്ല ഷൂസാണ്. കാരണം ഇത് ഷൂ മേക്കർ ഉണ്ടാക്കിയ ഷൂസ് പോലും അല്ല, എൽഫ്സ് ഉണ്ടാക്കിയതാ, കുട്ടിച്ചതന്മാരുണ്ടാക്കിയ. അപ്പോൾ അത് തന്നെ മനുഷ്യന്മാരുണ്ടാക്കിയതല്ലോ, വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. ദ ഷൂ മേക്കർ ബോട്ട് മോർ ലെതർ, കൂടുതൽ ലെതർ ഷൂ മേക്കർ വാങ്ങി. ആൻഡ് വൈൽ ദേ സ്ലെപ്റ്റ് ദാറ്റ് നൈറ്റ് ദ എൽഫ്സ് കെയിം. അപ്പോൾ 6 pairs ഓഫ് ഷൂസിനുള്ള ലെതറൊക്കെ വാങ്ങിയല്ലോ, എന്നിട്ട് അവർ കടന്നുറങ്ങി. ഈ സമയത്ത് എൽഫ്സ് വീണ്ടും വന്നു. ഇൻ ദ ഡിം ബ്ലൂ ലൈറ്റ് എൻ്റർ 2 elves. അതെ, ആ ഡിം ബ്ലൂ ലൈറ്റിൽ 2 കുട്ടിച്ചാത്തന്മാർ വന്നു. ദേ ക്ലൈം ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ മുകളിലേക്ക് കയറി. ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ്, ജോലി ചെയ്യാൻ തുടങ്ങി. ദേ സിങ് ആസ് ദേ വർക്ക്, അവർ പാടിക്കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തു. കണ്ടോ, അവർ ചെയ്യുന്ന പാടിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. ദിസ് ഈസ് ഹൗ വി മേക്ക് എ ഷൂ, നമ്മളിങ്ങനെയാണ് ഷൂ ഉണ്ടാക്കുക എന്ന് പാടാട്ടോ. സ്നിപ്പ് 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 സേവ്, ഞാൻ പറഞ്ഞല്ലോ നിന്റെ അർത്ഥം, വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഞങ്ങൾ തുന്നുന്നു. പുൾ ദ ത്രെഡ് റൈറ്റ് ഇൻ ആൻഡ് ത്രൂ, ഈ നൂല് ഞങ്ങൾ ഇങ്ങനെ ഇതിലൂടെ എടുത്തിട്ട് ഇതിലൂടെ ഇങ്ങനെ എടുക്കുന്നു അല്ലേ. നമ്മളിങ്ങനെ പിന്നെ ഷൂസിൽ കണ്ടിരുന്നു നിങ്ങളിങ്ങനെ പിന്നെ നൂല് പോകുന്നത്, അതിങ്ങനെ ചെയ്യുന്നു എന്ന് പറയാം. സ്നിപ്പ് 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 സേവ് വിത്ത് എ ടിപ്പ് ടാപ്പ് ഹിയർ ആൻഡ് ടിപ്പ് ടാപ്പ് ദർ. ടിപ്പ് ടാപ്പ് എന്ന് പറഞ്ഞാൽ മുട്ടുന്നൊരു ശബ്ദമാണ് ശരിക്കും. ടിപ്പിന് ഒട്ടിക്കുക എന്നുള്ള ടാപ്പിന് ഒട്ടിക്കുക എന്നുള്ള അർത്ഥവും ഉണ്ട് കേട്ടോ. അതായത് ഷൂസിൻ്റെ സോള്, ബോട്ടം, അടിഭാഗം ഒട്ടിക്കുന്നതിനെ ടാപ്പ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ആ ടാപ്പ് ഒട്ടിക്കുന്ന ഒരു ഒച്ച, അതായത് ടാപ്പ് ചെയ്യുന്ന ഒച്ച, മുട്ടുന്ന ഒച്ച എന്നുള്ള അർത്ഥവും നമുക്ക് പറയാം. ടിപ്പ് ടാപ്പ് ഹിയർ ആൻഡ് ടിപ്പ് ടാപ്പ് ദർ. ഹിയർ എ ടാപ്പ്, ദർ ഇസ് എ ടാപ്പ്, എവ്രിവെയർ എ ടാപ്പ് ടാപ്പ്. അപ്പോൾ ടാപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒട്ടിക്കുക, മുട്ടുക, അങ്ങനെ പല അർത്ഥമുണ്ട്. രണ്ടും അർത്ഥം പറയാം. കാരണം ഷൂസിന് താഴെ ആ സോൾ ഒട്ടിക്കുന്ന ഒരു ജോലി, അതല്ലെങ്കിൽ അത് മുട്ടുന്ന, അപ്പോൾ ചെയ്യുന്ന സമയത്തൊരു ശബ്ദം ഒക്കെ അവർ താളം പിടിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർ ആസ്വദിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. ഹിയർ ഇസ് എ ടാപ്പ്, ദർ ഇസ് എ ടാപ്പ്, എവ്രിവെയർ എ ടാപ്പ് ടാപ്പ്. ദിസ് ഇസ് ഹൗ വി മേക്ക് എ ഷൂ. സ്നിപ്പ് 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 സോ. ബ്ലാക്ക് ഔട്ട്, ബ്ലാക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ ഈ സീൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്, ഷൂ മേക്കർ തിരികെ വരുമ്പോൾ എന്താണ് കാണുന്നത് എന്നൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.